പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സന്ധിയിൽ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ മഞ്ചിൽ കടന്നു വന്ന അല്പസമയം ദൈവജനം സംസാരിപ്പാൻ കർത്താവ് ഒരു സാവകാശം കൂടി തന്നു. അപ്പോൾ അതുപോലെ പാട്ട് പാടി ഞാൻ എൻ്റെ വചനഘോഷത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗ്രൂപ്പിലെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ റോസിന് സുരേഷ് റോഡ്, മറ്റെന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ ക്രിസ്തുയേശു ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. खुदावन तेरी सना हो, खुदावन तूले जलाल, खुदावन तेरी सना हो, खुदावन तूले जलाल, शहंशाह से मसीहा कादम उल कमाल, शहंशाह मसीहा कादम उल कमाल, जलाल 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 तेरा है, जलाल 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 तेरा है, जलाल। जिंदा खुदा के चरणों में आके चैन जब पाया, पाक खुदा के रूह से हमने जीवन नया पाया। जिंदा खुदा के चरणों में आके चैन जब पाया, पाक खुदा के रूह से हमने जीवन नया पाया। जलाल 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 तेरा है, जलाल तेरा है, जलाल। इज्जत अजमत और परस्तिरा तुझको दी मिलते रहे, इज्जत अजमत और परस्तिरा तुझको ही मिलते रहे। शौकत इस्मत और बनुर्गी तुझको ही देते रहे, शौकत इस्मत और बनुर्गी तुझको ही देते रहे। जलाल 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 तू ही है, जलाल। खुदावन तेरी सना हो, खुदावन तूले जलाल, शहंशाह मसीहा कादम उल कमाल, शहंशाह मसीहा खादम उल कमाल। एल शदाई भी तू, अदोनाई भी तू, तू यहोवा है तूले जलाल। एल शदाई तू, अदोनाई भी तू, तू यहोवा है तूले जलाल। जलाल 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 तू है जलाल। खुदावन तेरी सना हो, खुदावन तूले जलाल, शहंशाह मसीहा कादम उल कमाल, शहंशाह मसीहा कादम उल कमाल, कादम उल കമാൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സായം സന്ധിയിൽ ഒരു തിരുവചനവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ മുകളിൽ കൊടുത്ത ടൈറ്റിൽ പോലെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 70 ആഴ്ചവട്ടവും ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. പ്രിയരെ, ഇതിന് ആധാരമായ ഒരു വാക്യം ഞാൻ നിങ്ങളോട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള ഭാഗങ്ങളാണ്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള ഭാഗങ്ങൾ. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാവങ്ങളെ മുദ്രയിടുവാനും, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും, ദർശനവും പ്രവചനവും മുദ്രയിടുവാനും, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും
70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. പ്രിയരെ, ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു സന്ധ്യാസമയത്തുള്ള യാഗത്തിൽ അതേ പ്രാർത്ഥനാവീരനാകുന്ന ദാനിയേൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി. ദാനിയേൽ ചിന്തിച്ചത് 2 വർഷം കൂടി കഴിയുമ്പോൾ ബാബേൽ പ്രവാസം തീരുമെന്നാണ്. എന്നാൽ ഗബ്രിയേൽ പറഞ്ഞത് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 സംവത്സരമല്ല, 70 വർഷമല്ല, മറിച്ച് 70 ആഴ്ചവട്ടം. ആ 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 70 ഏടുകളാണ്, 70 ഏഴുകളാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത് അവിടെ പറയുന്ന അതിക്രമത്തെ തടസ്സം ചെയ്യുക, ഫിനിഷ് ദ ട്രാൻഗ്രഷൻ, അതിക്രമത്തെ തടസ്സം ചെയ്യുക. പ്രിയരെ, ഇത് സംഭവിക്കുന്നത് വാസ്തവത്തിൽ 1000 കൊല്ല വാഴ്ചയിലാണ്. യെശയ്യാപ്രവചനം 11-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു വാക്യം കാണാൻ കഴിയുന്നുണ്ട്. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അതിക്രമമില്ലാത്ത, അനീതിയില്ലാത്ത, അക്രമമില്ലാത്ത യഹോവയുടെ രാജ്യം സ്ഥാപിക്കുമെന്നുമാണ് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, പാവങ്ങളെ മുദ്രയിടുക. മേക്ക് ആൻ എൻഡ് ഓഫ് സിൻസ്. പാവങ്ങളെ മുദ്രയിടുക. നമുക്കറിയാം, മനുഷ്യനെ പാവത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആരാ? സാത്താനാണ്. സാത്താൻ്റെ മുഖ്യ ജോലി ഇതാണ്, ഒരു മനുഷ്യൻ എങ്ങനെയെങ്കിലും പാവത്തിൻ്റെ വലയിലാക്കുക. ആ സാത്താനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സാത്താനെ ബന്ധിച്ച് അഗാധ കൂപത്തിൽ അടച്ച് മുദ്ര വയ്ക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതും ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 കൊല്ലത്തേക്ക് ചങ്ങലക്കിട്ടു. ഈ സംഭവം നടക്കുന്നതും പ്രിയമുള്ളവരെ 1000 കൊല്ല വാഴ്ചയിലാണ്. മൂന്നാമത് നമുക്ക് കാണുന്നത് അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. മേക്ക് റിക്കൺസിലേഷൻ ഫോർ ഇനിക്വിറ്റി. അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക, അതാണ് ആ വാക്യത്തിൽ കാണുന്ന മൂന്നാമത്തെ പോയിന്റ്. ഇത് സംഭവിക്കുന്ന പ്രിയമുള്ളവർ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടു കൂടിയാണ്. നമ്മുടെ അകൃത്യം യേശുവിൻ്റെ മേൽ ചുമത്തി പാപം ചെയ്ത ആരാ? നമ്മൾ, മനുഷ്യജാതി. മനുഷ്യജാതി ചെയ്ത പാപം യേശു തന്നെ ചുമലിൽ വഹിക്കുക. യെശയ്യാ 53-ന്റെ 4 മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന വാക്യം, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ആര്? കർത്താവ്. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. മനുഷ്യജാതിയുടെ വേദന കർത്താവ് ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചു ഇരിക്കുന്നെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നല്ല ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കർത്താവിൽ മാത്രം വിശ്വസിക്കുന്നവർ. അവർക്ക് രോഗം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും പ്രയാസം വന്നാലും അവർ കർത്താവിൽ മാത്രം ആശ്രയിക്കും. അവർക്ക് രോഗം വന്നാൽ അവർ കരഞ്ഞു വിളിച്ച് മാറത്തടിച്ച ആശുപത്രിയിലേക്ക് പോവില്ല. അവരെന്തെടുക്കും? അവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ അവർ വിശ്വസിക്കും. എൻ്റെ ദൈവത്തിൽ എന്നെ വിശ്വസിച്ചാലും എന്നെ വിടിവിക്കാനും വിടിവിക്കാതിരിക്കാനും കഴിയും. എൻ്റെ വേദന, എൻ്റെ ഭാരം, എൻ്റെ പ്രയാസം എൻ്റെ കർത്താവിനോട് പറയണം. എൻ്റെ കർത്താവാണ് എൻ്റെ വേദന അറിയുന്നത്. അവൻ എനിക്ക് വേണ്ടി കാൽവരിയിൽ ഈ വേദന സഹിച്ചതാണ്. നമുക്കറിയാം കർത്താവിൻ്റെ കാൽവരി ക്രൂശിൽ ഒരു പാട്ടുകാരനെ പാടിയ 4 ലൈൻ എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരിക. ആ കാൽവരിയിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇറ്റിറ്റായിട്ട് വീഴുകയാണ്. ഇറ്റിറ്റു വീണിടുന്നു നീണം പാപശാന്തിക്കായി, ഊറ്റിതാൻ രക്തം ആ സകലം ഏഴയ്ക്കായ ഹോ.
ഊറ്റിതാൻ രക്തം ആ സകലം ഏഴയ്ക്കായകവും കാൽവരിയാമല മുകളിൽ കാൺമതെന്തഹോ കാൽവരിയാമല മുകളിൽ കാൺമതെന്തഹോ ദേവകുമാരനന്റെ പേർക്കായി തൂങ്ങിടുന്നിതാ ദേവകുമാരനന്റെ പേർക്കായി തൂങ്ങിടുന്നിതാ. പ്രിയരെ, ഏദനിൽ ആദമാണ് പാപം ചെയ്തത്. അതിൻ്റെ ഫലമാണ് മനുഷ്യരാശി പാപത്തിലായത്. ആ പാപ സ്വന്തം ചുമലിലേറ്റുകൊണ്ട് ദൈവം തന്നെ, പ്രിയമുള്ളവരെ, ഒരു മനുഷ്യവേഷം ധരിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ചാപ്റ്ററിൽ തന്നെ 1:14 കാണുന്നത്, ആ വചനം ജഡമായി തീർന്നു. മനുഷ്യൻ തെറ്റിപ്പോയി, മനുഷ്യരാശി ദൈവത്തിൽ നിന്ന് അകന്നു പാപത്തിൽ. ആ പാപത്തിലകുന്ന ആ മനുഷ്യരാശിയെ, മനുഷ്യജാതിയെ ദൈവത്തോട് കൂടെ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം എന്തെടുത്തു? അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പം കന്യാപുത്രനെന്നും ദൈവപുത്രനെന്നും മനുഷ്യപുത്രനെന്നും ഒക്കെ സംബോധന ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവൻ ആരാണെന്ന് ഒരിക്കൽ ശിഷ്യന്മാരോട് വെളിപ്പെടുത്തി. ഫിലിപ്പോസ് ഒരിക്കൽ ചോദിക്കുക, കർത്താവേ, നീ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലോ, എനിക്കൊരു പിതാവുണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ പിതാവിനെ ഞങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്താമോ, ഞങ്ങൾക്ക് കൂടെ ഒന്ന് കാണിക്കാമോ? ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്തെടുത്തു? കർത്താവ് ഫിലിപ്പോസിനോട് പറയാണ്, ഞാൻ ഇത്ര കാലം നിങ്ങളുടെ ആയിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസേ? ഞാൻ ഇത്ര നാൾ നിങ്ങളുടെ കൂടെ ആയിരുന്നിട്ടും, നിങ്ങളുടെ കൂടെ കഴിഞ്ഞിട്ടും, നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചിട്ടും നീ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല ശിഷ്യന്മാരെ, ഫിലിപ്പോസേ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. കർത്താവ് പറയുന്നു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാണ് എന്നാണ് കർത്താവ് ആ വാക്കുകളിൽ വെളിപ്പെടുത്തി തരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ പുറകിലിട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മുടെ സാക്ഷാ രോഗങ്ങളെ അവൻ വഹിച്ചു. ഏത് പ്രശ്നം വരട്ടെ, ഏത് വേദന വരട്ടെ, ഏത് രോഗം വരട്ടെ, കർത്താവ് ദൂരെ പോയിട്ടില്ല. കർത്താവിൻ്റെ അടുത്ത് നമുക്കൊന്ന് പോകാം. ആ കർത്താവ് നമുക്ക് സൗഖ്യം തരും. അവൻ്റെ ഹിതമെങ്കിൽ നമ്മൾ സൗഖ്യം പ്രാപിക്കും. അതാ ഒരു വിശ്വാസം. ആ വിശ്വാസമായിട്ട് പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരണം. അവൻ എന്തെടുത്തു? പ്രിയമുള്ളവരെ, അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ച് നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാം അതിക്രമം ചെയ്തു, മുറിവേറ്റത് കർത്താവിനാ. നാം അകൃത്യം ചെയ്തു, അവൻ തകർന്നു. ഉടഞ്ഞ പാത്രമായി നാം യശപ്രവൃത്തിയിൽ കാണുന്നത്. അതുപോലെ തന്നെ സമാധാനത്തിനായി അവൻ എന്തെടുത്ത്? ശിക്ഷ ഏറ്റുവാങ്ങി. പ്രിയമുള്ളവരെ, നമുക്ക് സൗഖ്യം ലഭിക്കുവാൻ അവൻ അടിപ്പിണറുകളാൽ, ഹല്ലേലൂയ, അവൻ്റെ അടിപ്പിണറുകളാൽ 39 പ്രാവശ്യം, ചരിത്രകാരൻ പറയുന്നത് 39 പ്രാവശ്യമാണ് ചാട്ടവാർ അടിയേറ്റുന്ന. അത് ആർക്ക് വേണ്ടിയാ? മനുഷ്യരാശിക്ക് വേണ്ടിയാ, മനുഷ്യജാതിക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ആ കാൽവരി ക്രൂശിൽ നമുക്ക് നോക്കാം. കർത്താവ് ആ കാൽവരി ക്രൂശിൽ ഒരുക്കിയ രക്തം, അവൻ അനുഭവിച്ച വേദന, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടിയാണ്, എനിക്കും നിനക്കും വേണ്ടിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവിനോടൊത്ത് നമുക്ക് യാത്ര ചെയ്യാം. ഹല്ലേലൂയ. ഹാനോക്ക് അങ്ങനെ 300 വർഷം കർത്താവിനോടൊത്ത് യാത്ര ചെയ്തു, ദൈവത്തോടൊത്ത് യാത്ര ചെയ്തു. അവസാനം സംഭവിച്ചു? അവനെ കാണാതായി, ദൈവം അവനെ എടുത്തു എന്ന് അവൻ എഴുതിയിരിക്കുന്നു. മറ്റൊരു പോയിന്റ് പ്രിയമുള്ളവരെ, നിത്യനീതി വരുത്തണം. ബ്രിങ് ഇൻ എവർലാസ്റ്റിംഗ് റൈച്വസ്നെസ്, നിത്യനീതി വരുത്തുവാൻ വേണ്ടി. യെശയ്യാ 12:4 അവൻ ദരിദ്രന്മാർക്ക് നീതിയോട് ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോട് വിധി കൽപ്പിക്കുകയും ചെയ്യും. ആര്? കർത്താവ്. തൻ്റെ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്തിൽ സാധുക്കൾക്ക് നീതി ലഭിക്കുന്നുണ്ടോ? കോടതി എത്ര ഏത് കോടതി ചെന്നാലും നീതി ലഭിക്കുന്നില്ല. അവിടെയെല്ലാം നല്ല വക്കീലന്മാരും പൈസയും ഉണ്ടെങ്കിൽ ഏത് കുറ്റകൃത്യം ചെയ്താലും രക്ഷപ്പെടാവുന്ന രീതിയിലേക്കാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. പാവങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, പണമുണ്ടെങ്കിൽ എല്ലാം നേടാമെന്നുള്ള ഒരു ചിന്ത.
പണമാണ് ഇന്ന് എല്ലാവരും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മീയത്തിലും പണത്തിൻ്റെ പ്രസരമാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, എന്നാൽ നാം പുറമെ നോക്കുന്ന പോലല്ല യേശു കർത്താവ് നമ്മുടെ അകമയാണ് നോക്കുന്നത്, നമ്മുടെ അവൻ അറിയുന്നത്. ഉള്ളത്തിലെ അവസ്ഥ കർത്താവിനറിയാം. കർത്താവ് അതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രിയമുള്ളവരെ, ഒരു പോയിന്റ് ദർശനവും പ്രവചനവും മുദ്രയിടുകയാണ്. സീൽ ഓഫ് വിഷൻ ആൻഡ് പ്രൊഫസി. ദർശനവും പ്രവചനവും മുദ്രയിടുന്നു. യേശു മധ്യാകാശത്ത് വരികയാ പ്രിയമുള്ളവരെ. സഭയെ തൻ്റെ പക്കൽ ചേർക്കുക. യേശുവിൻ്റെ കൂടെ ആരാ കടന്നു പോകുന്നത്? എല്ലാവരും പോകുന്ന പറയുന്നത്. എന്നാൽ വചനത്തിൽ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്നവരാ പോകുന്നത്. അതുപോലെ തന്നെ ദർശനത്തിൻ്റെയും പിന്നീട് ദർശനത്തിൻ്റെയും പ്രവചനത്തിൻ്റെ ആവശ്യം. ഇന്ന് വലിയ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച നടക്കുക. പ്രവചനവും വേണ്ട, ദർശനവും വേണ്ട, അന്യഭാഷയും വേണ്ടെന്ന് പറയുന്ന ഒരു വലിയ ചിന്താഗതി എവിടെ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവർ, യേശു വരുന്നവരെ ഇത് ആവശ്യമാണ്. കഴിഞ്ഞ 2000 വർഷം സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത്ഭുതത്താലും അടയാളത്താലുമാണ് പ്രിയമുള്ളവരെ പലയിടത്തും സഭകൾ പൊട്ടിപ്പുറപ്പെട്ടത്. നമുക്കറിയാം, ഫിലിപ്പോസിന് 4 പെൺമക്കളായിരുന്നു. അവരെല്ലാം പ്രവാചകികളായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ തെറ്റായി പഠിപ്പിക്കാൻ പാടില്ല. പ്രവചനമായാലും ദർശനമായാലും വെളിപ്പാടായാലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രിയമുള്ളവരെ കർത്താവ് വരുന്നവരെയുണ്ട്. ബൈബിളിന് തെളിവുണ്ട്. 1 കൊരിന്ത്യർ 13:8-9 വാക്യം വായിക്കുമ്പോൾ, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നീങ്ങിപ്പോകും. അതെ, കർത്താവിന് വരുന്നവരെയും ഉള്ള സമയമാണ്. കർത്താവ് വരുന്നവരെയും ഇത് ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നീങ്ങിപ്പോകും. അതുപോലെ തന്നെ അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായി വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകും. ഇപ്പോൾ അംശമായാണ് നടക്കുന്നത്. കർത്താവ് വരുമ്പോഴാണ് പൂർണ്ണമായി മാറുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതൊന്നും വേണ്ട, പ്രവചനമേ വേണ്ട, ദർശനമേ വേണ്ട എന്ന് ആരെങ്കിലും സംസാരിച്ചാൽ സംസാരത്തിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ തെറ്റാ. കാരണം കർത്താവ് വന്നില്ല. കർത്താവ് വരുന്നവരെയും സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ദേശത്തും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ കഴിയും പ്രിയമുള്ളവരെ. മറ്റൊരു പോയിന്റ് പ്രിയമുള്ളവരെ, അതിപരിശുദ്ധമായവനെ അഭിഷേകം ചെയ്യുന്നു. അനോയിന്റ് അഭിഷേകം ചെയ്യുക. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 9-11 വായിക്കുമ്പോൾ, മോശ സമാഗമന കൂടാരത്തിൻ്റെ പണി തീർന്ന ശേഷം കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്തു. ഇനിയും പണിയുന്ന ദേവാലയവും അഭിഷേകം ചെയ്യപ്പെടും. പ്രിയരേ, മധ്യാകാശയ്ക്ക് ശേഷം യേശു ഭൂമിയിൽ വരുമ്പോൾ പ്രിയമുള്ളവരെ യഹൂദന്മാരുമായി ഇടപെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകാൻ പോവുക. യഹൂദന്മാർക്ക് പ്രത്യേക ഒരു സമയം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്രഹാമിനെ ഊരിൽ നിന്ന് നമുക്കറിയാം വിളിച്ചത് മുതൽ 490 വർഷങ്ങൾ വീതമുള്ള പല കാലഘട്ടങ്ങളിൽ ദൈവം യഹൂദനോട് ഇടപെട്ടിരുന്നു. കാരണം എന്താ? ദൈവം പ്രത്യേകം സെലക്ട് ചെയ്ത ഒരു ജാതിയാണ് യഹൂദ വംശം. ഈ കാലഘട്ടത്തെയാണ് പ്രിയമുള്ളവരെ 70 ആഴ്ചവട്ടം എന്ന് വിളിക്കുന്നത്. അബ്രഹാമിനെ ഒന്നുകൂടെ പറയാം, അബ്രഹാമിനെ ഊരിൽ നിന്ന് വിളിച്ചത് മുതൽ 490 വർഷങ്ങൾ വീതമുള്ള പല കാലഘട്ടം ദൈവ യഹൂദനോട് ബന്ധപ്പെട്ടിരുന്നു. ഈ കാലഘട്ടത്തെയാണ് 70 വർഷ കാലഘട്ടം എന്ന് പറയുന്നത്. മത്തായി 18-ാം അധ്യായം 21-22 വായിക്കുമ്പോൾ അവിടെ പത്രോസ് യേശുവിനോട് ചോദ്യം ചോദിക്കുകയാണ്. സഹോദരൻ എന്നോട് പിഴച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണം? ഒരു ചോദ്യമാണ്. കർത്താവ് പറയാണ് 70 വട്ടം ക്ഷമിക്കണം. 70 വട്ടം ക്ഷമിക്കണം. 70 വട്ടം എന്നാൽ 490 വർഷമാണെന്ന് കണക്ക് അറിയാവുന്നവർക്ക് മനസ്സിലാവും. പ്രിയമുള്ളവർ, ഇതിന് 2-3 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടം 70 ആഴ്ചവട്ടം. അബ്രഹാം മുതൽ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ പുറപ്പെടുന്നത് വരെ ഉള്ള കാലഘട്ടം. അബ്രഹാമിന് ഇസ്മയിൽ ഉണ്ടായപ്പോൾ ദൈവം അബ്രഹാമിനോട് ഇടപെട്ടില്ല. കാരണം ദൈവത്തിൻ്റെ പ്ലാൻ ഉള്ള
ഒരു സന്തതിയല്ല ഇസ്മായിൽ. എന്നാൽ ഇസ്മായിൽ ഭവനത്തിൽ നിന്ന് പുറത്തായതിന് മുമ്പ് ഉള്ള 15 വർഷം കുറച്ചാൽ 505 മൈനസ് 15 ഇസിക്കൽ ടു 490 എന്ന് നമുക്ക് ലഭിക്കും. ഇത് ഒരു കണക്കാണ്. രണ്ടാമത്തെ ഘട്ടത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ മോചനം മുതൽ ശലോമോന്റെ ദേവാലയ പ്രതിഷ്ഠ വരെയുള്ള കാലഘട്ടം. അതായത് 606 മുതൽ 1005 വർഷം വരെയുള്ള 601 വർഷങ്ങൾ. ഇവിടെ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. അതേ കാലഘട്ടത്തിൽ 111 വർഷത്തിൽ നിന്നും 601 കുറച്ചാൽ വീണ്ടും നമുക്ക് ലഭിക്കുന്നു 490. മറ്റൊരു കാലഘട്ടം കൂടെ നമുക്ക് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം, അർത്ഥശിഷ്ട രാജാവ് നെഹമ്യാവിന് കൽപ്പന കൊടുത്തത് മുതൽ പാർസ് രാജാവായ കോരസ് BC 536 കൊടുത്ത കൽപ്പന വരെ ഉള്ള സമയം. പ്രിയമുള്ളവർ, നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിനെതിരെ 3 പ്രാവശ്യമാണ് യുദ്ധം ചെയ്തത്, ആക്രമിച്ചത്. BC 606, BC 568, BC 587. നെബൂഖദ്നേസർ എന്താ ചെയ്തത്? യെരുശലേം ദേവാലയവും പട്ടണവും നശിപ്പിച്ചു. ഏകദേശം 70 വർഷക്കാലം യഹൂദന്മാർക്ക് ദേവാലയം ഉണ്ടായിരുന്നില്ല. എന്നാൽ 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നത് എന്നാണ് ദാനിയേൽ 9-ാം അധ്യായം, ദാനിയേൽ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നത് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന കൊടുത്തത് മുതലാണ്. പ്രിയമുള്ളവരെ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാനുള്ള കൽപ്പന. നമുക്കറിയാം, നെഹമ്യാവ് പുസ്തകം 2-ാം അധ്യായത്തിൽ യെരുശലേമിന്റെ മതിൽ പണിക്ക് അർത്ഥശിഷ്ട രാജാവ് കൊടുക്കുന്ന ഒരു കൽപ്പനയുണ്ട്. ഈ കൽപ്പന കൊടുത്തത് BC 445 മാർച്ച് മാസം 14-ാം തീയതിയാണെന്ന് ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാവും. ദാനിയേൽ 9-ാം അധ്യായത്തിലെ 70 ആഴ്ചവട്ടം ആരംഭിക്കുന്ന, പ്രിയമുള്ളവരെ, ഇവിടെ മുതലാണ്. ദാനിയേൽ 9-ാം അധ്യായത്തിൽ 70 ആഴ്ചവട്ടം 3ആയി നമുക്ക് തരംതിരിച്ച് പഠിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ അതേക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥിക്കുന്ന ആരാ? സന്ധ്യായാഗത്തിൽ ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദാനിയേലിനെ കറക്റ്റ് ചെയ്യാണ്, അതേ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഗബ്രിയേൽ ചെയ്യുന്നത്. 70 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം, ഒരാഴ്ചവട്ടം. ഇതൊക്കെ 3ആയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. 1 70 ആഴ്ചവട്ടം, 2 62 ആഴ്ചവട്ടം, 3 ഒരാഴ്ചവട്ടം. ഇത് 7 ആഴ്ചവട്ടം കൊണ്ട് യെരുശലേമിനെ വീതിയും കിടങ്ങുമായി പണിയുന്നു. വചനപ്രകാരം ഒരു വർഷം ഒരു ദിവസമായി കണക്കാക്കാം. ഒരു ദിവസം ഒരു വർഷം, ഒരു ദിവസം. ശേഷം 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നു. ആരാണ് പ്രിയമുള്ളവരെ ഛേദിക്കപ്പെട്ട അഭിഷിക്തൻ? അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എപ്പോഴാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനെ കുറിച്ച് നമുക്ക് ആ പ്രവചനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാം. ഇവിടെ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന കൊടുത്തത് മുതൽ 7 62 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ടാണ്. 7 62 69 ആഴ്ചവട്ടത്തിൽ 483 ദിവസമുണ്ട്. പ്രവചനപ്രകാരം 483 വർഷം ഉണ്ട് നമുക്ക് കാണാൻ കഴിയും. പ്രിയരെ, അർത്ഥശസ്ത്ര രാജാവ് യെരുശലേമിന്റെ മതിൽ പണിക്ക് കൽപ്പന കൊടുത്തത് മുതൽ 483 വർഷം കഴിയുമ്പോൾ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുകയാണ്. റോബർട്ട് ആൻഡൻസൺ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ പറയുന്നത്, അർത്ഥശിഷ്ട രാജാവിന്റെ കൽപ്പന BC 445 മാർച്ച് മാസം 14-ാം തീയതി ആയിരുന്നു. BC 445 മാർച്ച് 14 മുതൽ AD 32 ഏപ്രിൽ 6-ാം തീയതി വരെയുള്ള കാലഘട്ടം 1,73,740 ദിവസമാണെന്ന് നമുക്ക് കണക്കാക്കാം. 476 വർഷം, 300 വർഷത്തിൽ 360 ദിവസമുണ്ട്. 476 വർഷം യഹൂദിന്റെ ചന്ദ്രമാന വർഷത്തിൽ അത് 360 ദിവസമാണ്. ഒരു വർഷത്തിൽ
1,73,740 ഡിവൈഡഡ് ബൈ 360 എന്ന് കിട്ടും. ഇസിക്കൽ ടു എത്ര? 483 വർഷമെന്ന് നമുക്ക് ലഭിക്കുക. 69-ാം ആഴ്ചവട്ടത്തിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നതോട് കൂടി 70-ാം ആഴ്ചവട്ടം യഹൂദ ചരിത്രത്തിൽ തുടരുന്നതായി നമുക്ക് പിന്നെ കാണുന്നില്ല. പിന്നെ ഒരു കണ്ടിന്യൂഷൻ അവിടെ കാണുന്നില്ല. 69-നും 70-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തെ, പ്രിയമുള്ളവരെ, 69-നും 70 വരെയുള്ള കാലഘട്ടത്തിന് ഇടയ്ക്കുള്ള കാലഘട്ടത്തെ ബ്രാക്കറ്റ് കാലഘട്ടം എന്നാണ് വിളിക്കുന്നത്. ബ്രാക്കറ്റ് കാലഘട്ടം. ജാതീയ ഗവർണറായ പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് യഹൂദ ജാതി യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശുവിനെ ക്രൂശിക്കാൻ അവർ ആവശ്യപ്പെടുകയാണ്. ദൈവ യഹൂദനുമായുള്ള ബന്ധം താൽക്കാലികമായി അവിടെ നിർത്തിവെച്ചു. പ്രിയമുള്ളവരെ, 69-നും 70-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തെ സഭാ കാലഘട്ടം, അല്ലെങ്കിൽ ഗ്രേസ് പീരിയഡ്, അല്ലെങ്കിൽ കൃപായുഗം എന്ന് നമുക്ക് വിളിക്കാം. എഫേസ്യർ 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന. കൃപയാണ് പ്രശ്നം. ഇന്ന് രക്ഷിക്കപ്പെടുവാൻ, പ്രിയമുള്ളവരെ, പ്രവൃത്തികൾ നമുക്ക് ആവശ്യമില്ല. കൃപയാലുള്ള വിശ്വാസം മതി. പഴയ കാലത്തിലാണ് നമ്മൾ വല്ലതും ചെയ്തു കാണിക്കണം, ക്രിയകൾ ചെയ്യണം, യാഗങ്ങൾ ചെയ്യണം. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൃപയാലുള്ള വിശ്വാസം മതി. കർത്താവ് പറഞ്ഞ ഒരു ഉപമ നമുക്ക് ശ്രദ്ധിക്കാം. അല്പം കൂടെ ഈ പോയിന്റ് ക്ലിയർ ആകും. മത്തായി 21-ാം അധ്യായം 30 മുതൽ 43 വരെയുള്ള ഭാഗമാണ് വായിക്കുന്നത്. ഇതിൻ്റെ 43-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ മേൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെയാണ് യഹൂദർക്കുണ്ടായിരുന്ന ആ പ്രത്യേക കൺസിഡറേഷൻ അത് ജാതികൾക്ക് ലഭിക്കാനിടയായത്. സങ്കീർത്തനം 118-ന്റെ 22-ൽ കാണുന്നത്, 22-23-ൽ കാണുന്നത്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുക. പ്രിയരെ, സഭായുഗം അല്ലെങ്കിൽ കൃപയുടെ കാലഘട്ടം അല്ലെങ്കിൽ കൃപായുഗം കഴിയുന്നതോടുകൂടി ദൈവം യഹൂദന്മാരുമായുള്ള തൻ്റെ പഴയ ലിങ്ക്, പഴയ ബന്ധം സ്ഥാപിക്കും. റോമർ 11:23 അവരെ വീണ്ടും ഒട്ടിക്കുവാൻ ദൈവം ശക്തനാണ്. ആരെ? യഹൂദനെ. റോമർ 11:1 എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ചോദിക്കുന്ന ഒരു നാളുമില്ല. ദൈവം സ്വജനത്തെ തള്ളിക്കളയില്ല. പ്രവൃത്തി 15:16 അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിലെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിതതിനെ നിവർത്തും. പ്രിയമുള്ളവരെ, പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാം. 15:16 അനന്തരം. അവിടെ ഒരു പോയിന്റ്, അനന്തരം, ഇൻവെർട്ടഡ് കോമാസ്, അനന്തരം. അനന്തരം എന്ന് കാണുക. ഇതിന്റെ അർത്ഥം സഭ എടുക്കപ്പെട്ടതിന് ശേഷം എന്നാണ്. അതിനുമുമ്പ് സഭ എടുക്കപ്പെടും. വെളിപ്പാട് 19-ൽ സഭ മാറ്റപ്പെട്ടതിന് ശേഷം യഹൂദനുമായ ദൈവം ഇടപെടുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 4-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ 1, 2, 3 ചാപ്റ്ററുകൾ 4-ാം അധ്യായം ആരംഭിക്കുന്നത് അനന്തരം എന്ന പദത്തോടു കൂടി. എവിടെ? വെളിപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ സഭയെക്കുറിച്ചൊന്നും പറയുന്നില്ല. സഭ എന്താ പറയാത്തെന്നറിയാമോ? അതിനു മുമ്പേ സഭ ഇവിടുന്ന് മാറ്റപ്പെട്ടു. കൂടാതെ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെ കുറിച്ച് പറയും നമുക്കറിയാം. അത് 7 കാലഘട്ടത്തെയാണ് കുറിക്കുന്നത്, 7 പീരീഡിനെ കുറിക്കുന്നത്. സഭാകാലഘട്ടം ക്രിസ്തുവിന്റെ മടങ്ങി വരെയുള്ളൂ നമുക്കറിയാം. ഇതിന് തുടക്കം 1-ാം നൂറ്റാണ്ടാണ്. 4-ാം അധ്യായത്തോടു കൂടി സഭ മാറ്റപ്പെടുന്നുവെന്ന് ഇതിന് ഒരു തെളിവ് ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നാം 4-ാം അധ്യായത്തിൽ കാണുന്നു. സ്വർഗത്തിലെ സിംഹാസനത്തിന് മുമ്പിലാണ് ആര്? പരിശുദ്ധാത്മാവ്. എഫേസ്യർ 4:4 നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാറ്റിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എല്ലാം ഒന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, എന്താണ് പരിശുദ്ധാത്മാവ്? ഇത് പലരും പരിശുദ്ധാത്മാവിനെ പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഞാൻ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഇത്ര വർഷമായി പഠിക്കുക.
ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കണ്ടെത്തിയ സത്യം നിങ്ങളെ പ്രസ്താവിക്കാം. പരിശുദ്ധാത്മാവ് എന്താണ് പ്രിയമുള്ളവരെ? ഇവിടെ കാണാൻ കഴിയുന്നത് എബ്രായ ഭാഷയിൽ അത് റൂമ എന്ന് ഗ്രീക്കിൽ ന്യൂമ എന്നും വിളിക്കുന്നുണ്ട്. റൂഹ ഓർ ന്യൂമ. വചനത്തിൽ പരിശുദ്ധാത്മാവിന് പ്രിയമുള്ളവരെ പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. റോമർ 8:9 കാണുന്നു ക്രിസ്തുവിന്റെ ആത്മാവ്. മത്തായി 10:20 കാണുന്നു പിതാവിന്റെ ആത്മാവ്. സങ്കീർത്തനം 143:10 നല്ല ആത്മാവ്. പുറപ്പാട് 28:8 ജ്ഞാനത്തിന്റെ ആത്മാവ്. യെശയ്യാ 11:2 ബലത്തിന്റെ ആത്മാവ്. റോമർ 8:5 സ്നേഹത്തിന്റെ ആത്മാവ്. യോഹന്നാൻ 14:26 കാണുന്നു ആശ്വാസപ്രദൻ. പ്രിയരെ, പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ യേശു കർത്താവ് വരുന്നത് പരിശുദ്ധാത്മാവായിട്ടാണ് എന്ന് നമ്മളൊരു സത്യം മനസ്സിലാക്കണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ യേശു എങ്ങനെ കടന്നു വരുന്നത്? പരിശുദ്ധാത്മാവായിട്ടാണ്. അതുപോലെ തന്നെ നാം ഏത് പ്രവൃത്തി ചെയ്യുവാൻ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുവാൻ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്, ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ലൂക്കോസ് 24:49 കാണുന്നത്, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ശുശ്രൂഷ ചെയ്യുന്നത് ശക്തിയോടുകൂടി ആയിരിക്കണം. ശുശ്രൂഷ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനോട് കൂടിയായിരിക്കും. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒന്ന് പാട്ട് പാടുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ ആ കാര്യം ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെ കൃപയില്ലാത്ത കാര്യമായിട്ട് മുന്നോട്ട് പോകരുത്. രണ്ടു തരത്തിൽ പ്രാർത്ഥിക്കാം, ജഡികമായി പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ അത് ആത്മാവിലും പ്രാർത്ഥിക്കാം. ജഡികമായി പ്രവർത്തിക്കും ഒത്തിരി പ്രാസവും ശൈലിയും ഒക്കെ കിട്ടും, അത് മറ്റുള്ളവർക്ക് സൂഹിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിലുള്ള പ്രസംഗവും പ്രാർത്ഥനയും അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. കാരണം എന്താ? ആ പ്രാർത്ഥനയിൽ ദൈവിക ചൈതന്യം, ദൈവിക സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവിൻ്റെ പ്രിയമുള്ളവർ 1000 കൊല്ല വാഴ്ചയിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിയർക്കൊരു വീണ്ടെടുപ്പുണ്ട്. അത് ആ ടോപ്പിക്കാണ് ഞാൻ ഇന്ന് കൊടുത്തത്. കർത്താവ് അവരോട് ഇതുവരെ അപ്പോഴാണ് കർത്താവ് അവരോട് ഇടപെടാൻ പോകുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പുതിയ നിയമ ഇസ്രായേലിൻ്റെയും മണവാളൻ യേശുവാണ്, പഴയ നിയമ ഇസ്രായേലിൻ്റെയും മണവാളൻ യേശുവാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇത് പലർക്കും ഈ സത്യം മനസ്സിലാക്കാൻ അവരുടെ കണ്ണ് കുരുടായിരിക്കുക. അവർക്കത് മനസ്സിലാവത്തില്ല. ആർക്കും സംശയമൊന്നുമില്ല, പുതിയ നിയമ ഇസ്രായേലിൻ്റെ മണവാളൻ യേശുവാണ്. അതുപോലെ തന്നെ 1000 കൊല്ല വാഴ്ചയോട് കൂടി യേശു പഴയ നിയമ ഇസ്രായേലിനെ വീണ്ടെടുക്കും. മണവാളനായിട്ട് യേശു അവിടെ വരികയാണ്. ഞാൻ എൻ്റെ കണ്ണോടിച്ചിട്ട് മറ്റാരെയും അവിടെ കാണാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ഇസ്രായേലിൽ വീണ്ടെടുപ്പുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചത് യെശയ്യാ 27:12-13 വായിക്കുമ്പോൾ, അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെ കറ്റമതിക്കും. ഇസ്രായേൽ മക്കളെ നിങ്ങളെ ഓരോരുത്തരായി പെറുക്കിയെടുക്കും. അന്നാളിൽ മഹാകാഹളമൂതും. അശൂർ ദേശത്ത് നഷ്ടമായവരും മിസ്രയീം ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് യെരൂശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും. അന്നാളിൽ പ്രിയരെ, 70 കാലഘട്ടം മുതൽ ഇസ്രായേലിനെ കൂട്ടിച്ചേർക്കുന്ന നാൾ വരെയുള്ള ആ ഒരു സംഭവങ്ങളാണ് ഇതുവരെ നാം ചിന്തിച്ചത്. 70 ആഴ്ചവട്ടം എന്നാണ് ആരംഭിക്കുന്നത്? യേശു ക്രിസ്തു എന്ന് ക്രൂശിക്കപ്പെട്ടു. സഭാകാലം എന്നാരംഭിക്കും? ജാതികൾക്ക് എങ്ങനെ അവസരം ലഭിക്കും? ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് എന്നാണ് നടക്കുന്നത്? പരിശുദ്ധാത്മാവ് എന്താണ്? ഇതൊക്കെയാണ് പ്രിയമുള്ളവരെ നാം ഇതുവരെയും ചിന്തിച്ചത്. കർത്താവ് വരാറായി. നമ്മുടെ ഒരുക്കം എവിടം വരെയായി? നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇനി നമുക്ക് ഒരുങ്ങാനുണ്ടോ? സമയമില്ല പ്രിയമുള്ളവരെ. കാലഘട്ടം അവസാനിക്കുക. നാളത്തെക്കുറിച്ച് ഗ്യാരണ്ടിയില്ല, വാറണ്ടിയില്ല, ഒന്നുമില്ല. ഇന്ന് കാണുന്നവർ നാളെ അസ്തമിക്കുക. എന്നാൽ നശിക്കാത്ത ഒന്നുണ്ട്, നിത്യത. അതിൽ നിനക്ക് സ്ഥാനമുണ്ടോ? അർഹതയുണ്ടോ? നിന്റെ പേരെവിടെ എഴുതി ചേർക്കുന്നോ? നിനക്കിനി അവസരമുണ്ട്. ഒരു പാട്ടുകാരൻ പാടുന്ന ഇങ്ങനെയാണ്: കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ,
ഭയങ്കര ന്യായവിധി വന്നിടുവേ. കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. അപ്പത്തിൻ വിശപ്പല്ല, വെള്ളത്തിൻ ദാഹമല്ല, ദൈവവചനത്തിൻ വിശപ്പു തന്നെ. അന്നു ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ അടുത്തുപോയി, രക്ഷ നീ നേടിക്കൊള്ളുക. അന്നു ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ അടുത്തുപോയി, രക്ഷ നീ നേടിക്കൊള്ളുക. കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുവേ. കർത്താവിൻ പൈതലെന്നു സ്വർഗ മണിയറയിൽ കർത്താവിനോടു കൂടെ വാസം ചെയ്യും. എൻ്റെ കഷ്ടതയെല്ലാം മാറി കണ്ണുനീർ തുടയ്ക്കുന്ന ഭാഗ്യദിവസമുണ്ട്. എൻ്റെ കഷ്ടതയെല്ലാം മാറി കണ്ണുനീർ തുടയ്ക്കുന്ന ഭാഗ്യദിവസമുണ്ട്. കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കർത്താവേ, കരുണയുള്ള സ്വർഗസ്ഥ പിതാവേ, ഈ സായം സന്ധ്യ ഈ കൽപ്പിച്ച വചനം കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിതരുവാൻ വിളമ്പുവാൻ തന്ന അവസരത്തിനായി സ്തുതി. കേട്ടവർക്ക് അനുഗ്രഹമായി അറിയുവാൻ കഴിയണമേ. അനേകർ കർത്താവ് നിന്റെ വരവിലേക്ക് ഒരുക്കപ്പെടുവാൻ നീ സഹായിക്കണം. അനേകർ നിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന കർത്താവിനെ നീ കൂട്ടിച്ചേർക്കണം. സത്യങ്ങളെ ബോധ്യപ്പെടുത്തണം. പ്രാർത്ഥന കേട്ട സ്തുതിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.